പ്യാരെ ബച്ചോ അതാ പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിലെ ഇനി ചർച്ച ചെയ്യാനുള്ള ഖൈരിയത്ത് സെ ഹെ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഖൈരിയത്ത് സെ ഹെ എന്നത് ഒരു കത്തിൻ്റെ പാഠമായിരുന്നു. രാകേഷ് ഖാലാജാൻ്റെ മകളുടെ വിവാഹത്തിന് പോയതിന് ശേഷം തൻ്റെ സഹോദരന് അയച്ച കത്താണ് ഖൈരിയത്ത് സെ ഹെ എന്ന ഈ പാഠഭാഗത്തിലുണ്ടായിരുന്നത്. ഇതിലെ പ്രവർത്തനം എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഏക്ക് പോസ്റ്റ് ഓഫീസ് ഹെ, പോസ്റ്റ് ഓഫീസിൻ്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പദസൂര്യനുണ്ട്. പദസൂര്യനിൽ ഖത്ത് എന്നെഴുതിയിട്ടുണ്ട്. ഖത്ത് എന്ന് പറഞ്ഞാൽ ലെറ്ററാണ്, കത്താണ്. കത്തുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പദങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് അവ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എന്തെല്ലാം കത്തുമായി ബന്ധപ്പെട്ട ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? ഡാക്കിയ, ഡാക്ക്ഘർ, ഡാക്ക് ടിക്കറ്റ്, ലിഫാഫ, ഇല്ലൻ്റ്, പോസ്റ്റ് കാർഡ്, ഇങ്ങനെ ഒരുപാട് പദങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ പദങ്ങൾ, ഈ പദസൂര്യൻ അത്തരം പദങ്ങൾ ഉപയോഗിച്ച് പൂർത്തീകരിക്കുക. ഇവ ഉപയോഗിച്ചുകൊണ്ട് ചില സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ് തൊട്ടടുത്തുള്ളത്. എന്തൊക്കെ എഴുതാം? യേ ഡാക്ക്ഘർ ഹെ, ഇത് ഡാക്ക്ഘറാണ്. മറ്റുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കൂ. യേ ഡാക്ക്ഘർ ഹെ, ഡാക്കിയ ഖത്ത് ലാത്ത ഹെ, ഡാക്കിയ കത്ത് കൊണ്ടുവരുന്നു. ഖത്ത് ഡാക്ക് ബോക്സ് മേ ഡാൽത്താ ഹെ, ഖത്ത് ഡാക്ക് ബോക്സ് മേ ഡാൽത്താ ഹെ, കത്ത് തപാൽ പെട്ടിയിലിടുന്നു. പോസ്റ്റ് കാർഡ് മേ ബി ഖത്ത് ലിഖ് സക്താ ഹെ, പോസ്റ്റ് കാർഡിലും കത്തെഴുതാൻ സാധിക്കും. ഖത്ത് കെ ലിയെ ഡാക്ക് ടിക്കറ്റ് ജരൂരി ഹെ, കത്തിന് സ്റ്റാമ്പ് ആവശ്യമാണ്. അടുത്ത പ്രവർത്തനം, ഇവിടെ നമ്മൾ പഠിച്ച ഈ അതേ കത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. രാകേഷിൻ്റെ കത്താണ് ഇവിടെ ഉള്ളത്. രാകേഷിൻ്റെ കത്ത് ഇവിടെ കൊടുത്തതിന് ശേഷം ചില ചോദ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? യേ ഖത്ത് കോൻ ലിഖ്താ ഹെ, യേ ഖത്ത് കോൻ ലിഖ്താ ഹെ. കോൻ എന്നാൽ ആര് എഴുതുന്നതാണ് എന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, യേ ഖത്ത് കോൻ ലിഖ്താ ഹെ എന്നതാണെങ്കിലും യേ ഖത്ത് കിസ്കാ ഹെ എന്നതാണെങ്കിലും രണ്ടും ഒരേ ചോദ്യമാണ്. യേ ഖത്ത് കിസ്കാ ഹെ, ഇതാരുടേതാണ്? അല്ലെങ്കിൽ യേ ഖത്ത് കോൻ ലിഖ്താ ഹെ, ആര് എഴുതിയതാണ് എന്ന ചോദ്യമാണെങ്കിലും ഉത്തരം രാകേഷ് എന്നതാണ്. അത് ഏറ്റവും അവസാനമാണ് ഉണ്ടാവുക. ഏറ്റവും അവസാനത്തിലാണ് ഇതിൻ്റെ ഉത്തരം വരിക. ആരെഴുതിയതാണ് അല്ലെങ്കിൽ ആരുടെ കത്താണ് എന്നതിൻ്റെ ഉത്തരം നമുക്ക് ഒരു കത്തിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് കാണാൻ കഴിയുക. ഇവിടെ ഉത്തരം രാകേഷ് എന്നതാണ്. അപ്പോൾ ഇവിടെ കോൻ എന്നതിന് പകരം ഈ കോൻ എന്ന് ഉത്തരത്തിൽ എഴുതാതെ അതിന് പകരം രാകേഷ് എന്നെഴുതുക. യേ ഖത്ത് രാകേഷ് ലിഖ്താ ഹെ എന്നെഴുതാം. രണ്ടാമത്തത് യേ ഖത്ത് കിസ്കെ നാം ലിഖ്താ ഹെ, ആരുടെ പേരിൽ എഴുതിയതാണ്. അല്ലെങ്കിൽ യേ ഖത്ത് കിസ്കോ ലിഖാ ഹെ, കിസ്കോ ലിഖ, ഇത് ആർക്ക് എഴുതിയതാണ്. കിസ്കെ നാം എന്നോ അല്ലെങ്കിൽ കിസ്കോ എന്നാണെങ്കിൽ ആർക്ക് എന്നതാണ് അർത്ഥം. അത് നമ്മുടെ കത്തിൻ്റെ തുടക്കത്തിൽ പ്യാരെ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഉണ്ടാകും. ഇവിടെ ഭായിജാൻ എന്നതാണ് ഉത്തരം. ഭായിജാൻ എന്ന് ഇവിടെ എഴുതാം. കിസ്കെ നാം എന്നുള്ളിടത്ത് കിസ്കെ എന്നുള്ളിടത്ത് ഭായിജാൻ കെ നാം, ഭായിജാൻ കിസ് എന്നുള്ളതിന് പകരം ഭായിജാൻ കെ നാം ലിഖ്താ ഹെ എന്നെഴുതാം. ഖത്ത് കഹാ സെ ലിഖ്താ ഹെ, എവിടെ നിന്ന് എഴുതുന്നതാണ്. ഇതും കത്തിൻ്റെ ഏറ്റവും ആദ്യത്തിൽ ഒരു സ്ഥലമുണ്ടാകും. ആ സ്ഥലമാണ് ഉത്തരം. ഇവിടെ കാലിക്കറ്റ് എന്നതാണ് ഉത്തരം. കഹ എന്നുള്ളിടത്ത് കാലിക്കറ്റ് എന്ന് എഴുതുക. ഇവിടെ ഖത്ത് ക്യോ ലിഖ്താ ഹെ എന്നത് ഈ കത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്?
പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഖാലാജാൻ്റെ ബേട്ടിയുടെ വിവാഹ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കത്തെഴുതുന്നത് അല്ലേ. ഒരുപാട് അവൻ കളിച്ചു, ഒരു സന്തോഷകരമായൊരു വാർത്ത അറിയിക്കാൻ വേണ്ടി ഖാലാജാൻ്റെ ബേട്ടിയുടെ കല്യാണ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വരിയാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കൂ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം ജവാബി ഖത്ത് തയ്യാർ കർണ, ജവാബി ഖത്ത് എഴുതാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഖത്തിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേലെ ഒരു ഖത്ത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ജവാബി ഖത്ത് എഴുതാം. കാലിക്കറ്റ് എന്നുള്ളതിന് പകരം കാലിക്കറ്റ് അല്ലാത്ത മറ്റൊരു സ്ഥലം, ഉദാഹരണം മുംബൈ എന്ന് എഴുതാം. കാരണം കാലിക്കറ്റ് എന്ന് കത്തെഴുതാണ് ബായിജാൻ ദൂരെ എവിടെയോ ആണ് ഉള്ളത്. അപ്പോൾ ബായിജാൻ അവിടെ നിന്ന് കത്തെഴുതാണ്. അപ്പോൾ സ്ഥലം ബായിജാൻ്റെ സ്ഥലമാണ് എഴുതേണ്ടത്. ബായിജാൻ തൽക്കാലം മുംബൈയിലാണെന്ന് കരുതാം. മുംബൈ എന്ന് എഴുതാം. 12 ജൂൺ 2020. ഇവിടെ 12-ന് ശേഷം, ജൂൺ 12-ന് ശേഷമുള്ള ഒരു ദിവസം എഴുതുക. അപ്പോൾ 18ഓ 20ഓ ഒക്കെ ആവാം കേട്ടോ. വർഷവും സ്ഥലവും പിന്നെ മാസവും മാറ്റണം എന്നില്ല. ഡേ എന്നത് 12-ന് ശേഷമുള്ള ഒരു ഡേറ്റ് എഴുതുക. പിന്നെ പ്യാരെ ഭായിജാൻ ആദാബ്, ഇതുപോലെ എഴുതുക. പ്യാരെ ഭായിജാൻ ആദാബ് എന്നത് ഇതുപോലെ തന്നെ എഴുതാം. ഇനി നമുക്ക് ഇത് ജവാബി ഖത്ത് ആയതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് പറയാം? നിൻ്റെ കത്ത് കിട്ടി എന്ന് പറയാം. ആപ്ക ഖത്ത് മില, നിൻ്റെ കത്ത് കിട്ടി. ഇനി ചോദ്യത്തിനുള്ള മറുപടികൾ എഴുതാം. ആപ്പ് കൈസേ ഹേ, നിനക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. അപ്പം മേ ടീക്കുഹും, ആപ്പ് കൈസേ ഹേ എന്നതിന് മേ ടീക്കുഹും, എനിക്കിവിടെ സുഖാണ്. ആപ്കി പടായി കൈസി ചൽ രഹി ഹേ, നിൻ്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? മേരി പടായി അച്ചി ചൽ രഹി ഹേ അല്ലേ, കൈസി എന്നുള്ളിടത്ത് അച്ചി, എൻ്റെ പഠനം നല്ല പോലെ പോകുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താണ് മറുപടി എഴുതേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക? അത് എഴുതുക. എന്നിട്ട് ഏറ്റവും അവസാനം ആപ്ക പ്യാരാബായി, അത് ഇതുപോലെ എഴുതിയതിന് ശേഷം രാകേഷിന് പകരം വേറെ പേര് എഴുതുക. രാകേഷ് അവൻ്റെ പേരാണ്, അപ്പോൾ അതിന് പകരം രമേശ് എന്നോ രതീഷ് എന്നോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും പേര് എഴുതുക. ഇങ്ങനെയാണ് മറുപടി കത്ത് എഴുതേണ്ടത്. തൽക്കാലം ഒരു മറുപടി കത്ത് നോക്കൂ. ഇവിടെ ഡേറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡേറ്റ് 12 ജൂൺ 2020-ന് ശേഷമുള്ള ഡേറ്റാക്കി നിങ്ങൾ മാറ്റണം. ബാക്കിയുള്ള കത്തൊന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ശുക്രിയ, ഖുദാ ഹാഫിസ്.